ആഗോള വ്യോമയാന മേഖലയെ കടുത്ത ആശങ്കയിലാഴ്ത്തുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. അടുപ്പിച്ച് 2 ആകാശ ദുരന്തങ്ങളുണ്ടായതിന്റെ നടുക്കത്തിലാണ് ഇന്ത്യ. അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനവും ഉത്തരാഖണ്ഡിലെ ഹെലികോപ്റ്റർ അപകടവും രാജ്യത്തിന്റെ വ്യോമയാന മേഖലയ്ക്ക് തന്നെ വലിയ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെ യാത്രക്കാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന മറ്റൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഞായറാഴ്ച ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട ലുഫ്താൻസ വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് തിരിച്ചു പറന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക സമയം 2:14 LH752 എന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. പറന്നുയർന്ന് 2 മണിക്കൂറിന് ശേഷം ഭീഷണി സന്ദേശം ലഭിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട വിമാനമാണ് തിരിച്ചുപോയത്. ബോംബ് ഭീഷണി സംബന്ധിച്ച് ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ NIA ആണ് റിപ്പോർട്ട് ചെയ്തത്. വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തിക്ക് പുറത്തായിരിക്കെ ലഭിച്ച ബോംബ് ഭീഷണിയെ തുടർന്ന് ടേക്ക് ഓഫ് ചെയ്ത സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു. ഇത് സംബന്ധിച്ച അറിയിപ്പ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളിന് കൈമാറുകയും ചെയ്തു. അതേസമയം ഹൈദരാബാദിൽ ലാൻഡിംഗിന് അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് മടങ്ങുകയായിരുന്നുവെന്നാണ് ലുഫ്താൻസയുടെ ഔദ്യോഗിക പ്രസ്താവന. വിമാനം വൈകിട്ട് 5:30 ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിലെത്തി. അതേസമയം സംഭവത്തെക്കുറിച്ച് ഹൈദരാബാദ് വിമാനത്താവള അധികൃതരിൽ നിന്ന് പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. വിമാന സർവീസ് തിങ്കളാഴ്ചത്തേക്ക് പുനഃക്രമീകരിച്ചിട്ടുണ്ടെന്നും താമസ സൗകര്യം ഒരുക്കി തന്നതിനെക്കുറിച്ചും ഒരു യാത്രക്കാരിയെ ഉദ്ധരിച്ച് NDTVയും റിപ്പോർട്ട് ചെയ്തു. വിമാനം ഹൈദരാബാദിൽ ഇറങ്ങാൻ അനുമതി ലഭിച്ചില്ലെന്നും ഇതേ വിമാനത്തിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് യാത്ര പുറപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. Subscribe to One India and never miss an update.